പള്ളുരുത്തി നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. കൊച്ചി സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് പി ജേക്കബ് ഗാന്ധിജിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. പള്ളുരുത്തി നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണം നടത്തിയത്. ദിനാചരണത്തിൽ മണ്ഡലം പ്രസിഡന്റ് എം.എച്ച്. ഹരീഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് പി ജേക്കബ് പുഷ്പാർച്ചനയും നടത്തി. മണ്ഡലം വൈസ് പ്രസിഡന്റ് ടോസി പൂപ്പന, ഡഗ്ലസ് ജോസി ചാണയിൽ, എൻ.ജെ. ഇൻസെന്റ്, INTUC ഷാജി, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ജാൻസി ജോസഫ്, ഷാജി തോമസ്, സെബാസ്റ്റ്യൻ സാബു, ആഞ്ചലോസ്, രാധാകൃഷ്ണൻ, ഷീല ആഞ്ചലോസ്, ദേവസിക്കുട്ടി, ജോസഫ്, ആരിഫ TM എന്നിവർ സംസാരിച്ചു. ഇവിടെ ഇന്ന് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന BJP സർക്കാർ RSSന്റെ പിണിയാളുകളായിരുന്നു. RSSകാരനായ ഗോഡ്സെ വെടിയേറ്റു മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊല്ലുമ്പോൾ അന്ന് അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. എന്താണെന്നോ ആ ലക്ഷ്യം? മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന് അതിനുശേഷം ഇന്ത്യ രാജ്യം നമ്മുടെ കരങ്ങളിൽ ഒതുക്കി നിർത്തണം. അതിനു വേണ്ടിയുള്ള കരുക്കൾ അന്നു മുതൽ നീക്കിയിരുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് അയോധ്യ യാത്ര നടത്തിയും അന്ന് അദ്വാനി അയോധ്യ യാത്ര നടത്തിയതും മുസ്ലിം മസ്ജിദുകൾ അടിച്ചൊതുക്കി തല്ലിയതുമെല്ലാം അന്നെല്ലാം അക്രമങ്ങളും അരാജകത്വവും സൃഷ്ടിച്ചുകൊണ്ട് പല രീതിയിലുള്ള വർഗീയ ലഹളയുണ്ടാക്കിക്കൊണ്ടാണ് അന്ന് BJPയും സംഘപരിവാറും എല്ലാം മുന്നോട്ട് പോയത്. അവരുടെ ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് അവർ അന്ന് അതെല്ലാം കാഴ്ചവെച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.